കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അടുക്കളമുറ്റത്തെ ചീര കൃഷി തഴച്ചു വളരാനായി ഏറ്റവും ബെസ്റ്റ് വളം ഗോമൂത്രവും ചാണകവുമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ചീരയുടെ ഇല ഭക്ഷണമായി ഉപയോഗിക്കുന്നതുകൊണ്ട് ചാണകത്തിനും ഗോമൂത്രത്തിനും പകരമായി മറ്റു വളങ്ങൾ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്ന് പല സബ്സ്ക്രൈബേഴ്സും ചോദിക്കാറുണ്ട്. അതിനുള്ള മറുപടിയാണ് ഇന്ന് കൃഷി മാസ്റ്ററുടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അതും നമുക്ക് ചിലവൊന്നുമില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന രീതിയാണ് ഞാനിവിടെ പറയുന്നത്. ചീര കൃഷിക്ക് ഡ്രൈ ആയിട്ടുള്ള വളങ്ങളെക്കാൾ നല്ലത് ലിക്വിഡ് രൂപത്തിലുള്ള വളങ്ങളാണ്. 3 വിധത്തിലുള്ള വളങ്ങളെ പറ്റി ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താം. ആദ്യത്തെ വളം തയ്യാറാക്കുന്നത് നമ്മുടെ വീടുകളിൽ ചായ ഉണ്ടാക്കിയതിനു ശേഷം വേസ്റ്റായി പോകുന്ന ചായല ചണ്ടി കൊണ്ടാണ്. ചായല ചണ്ടി 1-2 ആഴ്ചയിലേക്കൊക്കെ ഒന്ന് ശേഖരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വളം തയ്യാറാക്കാൻ പറ്റും. ഇത് ഞാൻ കുറേശ്ശെ എടുത്ത് മാറ്റി വെച്ച് ഉണക്കി സൂക്ഷിച്ച ചായല ചണ്ടിയാണ്. ഇതൊരു പിടി എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒരു 2 ദിവസം ഒന്ന് മാറ്റി വെക്കണം. രണ്ട് ദിവസം കഴിഞ്ഞാൽ 2 ഇരട്ടി വെള്ളം ചേർത്ത് ചീര കൃഷിക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. തേയില ചണ്ടിയിൽ നൈട്രജൻ കണ്ടന്റ് കൂടുതലായി ഉണ്ട്. അതുകൊണ്ട് തന്നെ ചീര നല്ല പോലെ കാട് പിടിച്ച പോലെ തഴച്ചു വളരും. ഞാൻ ഒരിക്കലൂടെ പറയാം. ഒരു പിടി തേയില ചണ്ടി എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 2 ദിവസം ഒന്ന് മാറ്റി വെച്ച് അതിലേക്ക് 2 ഇരട്ടി വെള്ളം ചേർത്ത് ചീര ചെടികൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഒഴിച്ചു കൊടുത്താൽ ചീര സൂപ്പറായി വളർന്നു വരും. അതുപോലെ തന്നെ സീറോ കോസ്റ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന രണ്ടാമത്തെ രീതി ഞാൻ പറയാം. അതിന് വേണ്ടത് ശീമക്കൊന്നയുടെ ഇലയാണ്. ശീമക്കൊന്ന നമ്മുടെ പറമ്പിൻ്റെ അതിരുകളിലും വേലികളിൽ കൊമ്പ് കുത്തി നട്ട് വളർത്തുന്ന ശീമക്കൊന്നയുടെ ഇല ഒരു നല്ല പച്ചില വളമാണ്. ചായല ചണ്ടിയിലുള്ളതിനേക്കാൾ കൂടുതൽ സമ്പൂർണമായ നൈട്രജൻ സാന്നിധ്യമുള്ളതിനാൽ ശീമക്കൊന്നയുടെ ഇല ചീര കൃഷിക്ക് ഗോമൂത്രത്തിനും ചാണകത്തിനും പകരമായി കൊടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ വളം തന്നെയാണ്. അപ്പോൾ ഇനി ഇത് തയ്യാറാക്കുന്ന വിധം കൂടി പറയാം. ഇതേപോലെ ഒരു പിടി ശീമക്കൊന്നയുടെ ഇല ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നല്ലപോലെ അരച്ചെടുക്കണം. ഇത് നമ്മൾ അരച്ചെടുത്ത ശീമക്കൊന്നയുടെ ഇലയാണ്. ഇതൊരു 3 ദിവസം ഒന്ന് മാറ്റി വെക്കണം. 3 ദിവസം കഴിഞ്ഞാൽ അതിലേക്ക് 2 കപ്പ് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊരിക്കലും ചീരകൾക്ക് അതേപടി ഒഴിച്ചു കൊടുക്കരുത്. കഞ്ഞിവെള്ളം ഒന്നുകൂടെ നേർപ്പതിന് ശേഷം മാത്രമേ നാം വളമായി നൽകാവൂ. അതിനായിട്ട് വീണ്ടും 2-3 ഇരട്ടി വെള്ളം ചേർത്ത് വേണം ചീരച്ചെടികൾക്ക് ഇത് ഒഴിച്ചു കൊടുക്കാൻ. നമ്മളീ പറഞ്ഞ 2 വളങ്ങളും ചിലവൊന്നുമില്ലാതെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന വളങ്ങളാണ്. ഇനി കപ്പലണ്ടി പിണ്ണാക്ക് കൊണ്ടുള്ള ഒരു സൂപ്പർ വളം കൂടിയുണ്ട്. കപ്പലണ്ടി പിണ്ണാക്ക് നമുക്ക് പലചരക്ക് കടകളിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടും. 1 കിലോക്ക് 50-നും 60-നും ഇടയിലാണ് വില. ഇത് ഉണ്ടാക്കുന്ന രീതി: ഒരു 100 ഗ്രാം കപ്പലണ്ടി പിണ്ണാക്ക് 2 ലിറ്റർ വെള്ളത്തിൽ കുതിർത്തി വെച്ചതിന് ശേഷം അതിൽ നിന്ന് നാം എടുക്കുന്ന അളവിൻ്റെ 5 ഇരട്ടി വെള്ളം ചേർത്ത് ചീരക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് ചീരകൾ വളർന്നു വരും. ഈ 3 വളങ്ങളും ചീര ഗ്രോത്തായി വളർന്നു വരാനുള്ള വളങ്ങളാണ്. ഇത് മാറി മാറി ആഴ്ചയിൽ ദ്രവരൂപത്തിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഗോമൂത്രത്തിന് പകരമായി നൽകാവുന്ന വളങ്ങൾ ഇതൊക്കെയാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതട്ടെ. ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.